In this video, we are going to discuss the displacement and the definite integral, properties of definite integral, general definition and precise definition of a definite integral. First we have definite integral and displacement. Suppose that v of t is the velocity function which is non-negative, that is greater than or equal to 0. Of an object traveling in a straight line. ഒരു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനാണ് വി ഓഫ് ടി, where t is time. Then the distance covered by the object between time t equal to a and t equal to b. t equal to a, t equal to b. ഈ ടൈം ഇൻ്റർവലിനിടയ്ക്ക് ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദി area of the region under the graph of the velocity function on the time interval ab. ഈ വെലോസിറ്റി ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കർവ് ഉണ്ടായിരിക്കും. അപ്പോൾ എ എന്ന ടൈം അതുപോലെ ബി എന്ന ടൈം, ഈ ടൈമിനിടയ്ക്ക് ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് വെലോസിറ്റി ഫംഗ്ഷൻ ഓൺ ദ ടൈം ഇൻ്റർവൽ AB, close interval AB. That is, നമുക്കറിയാം ഏരിയ മീൻസ് ഏരിയ അണ്ടർ ദി റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ഓഫ് വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവൽ എ ടു ബി വി ഓഫ് ടി ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ടി ഈക്വൽ ടു എ ആൻഡ് ടി ഈക്വൽ ടു ബി. We have, നമുക്കറിയാം എസ് ഓഫ് ടി. സപ്പോസ് ദാറ്റ് എസ് ഓഫ് ടി is the position of the object at any time t. Then velocity means it is v of t equal to ds by dt ആണ് പൊസിഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവൽ എ ടു ബി വി ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റർവൽ എ ടു ബി ഡി എസ് ബൈ ഡി ടി. സോ ദാറ്റ്സ് ഈക്വൽ ടു integral a to b v of t dt equal to ds by dt നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എസ് എന്ന് കിട്ടും. എസ് ഓഫ് ടി എ ടു ബി, ദാറ്റ് ഈസ് എസ് ഓഫ് ബി മൈനസ് എസ് ഓഫ് എ എന്ന് കിട്ടും. എസ് ഓഫ് ബി മൈനസ് എസ് ഓഫ് എ. ദെൻ എസ് ഓഫ് ബി ഈക്വൽ ടു ദാറ്റ് ഈസ് പൊസിഷൻ അറ്റ് ബി, ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റർവൽ എ ടു ബി വി ഓഫ് ടി ഡി ടി പ്ലസ് എസ് ഓഫ് എ. That is the position of the object at the time t. Interval a to b v of t dt plus s of a എന്ന് കിട്ടും. So that is the equation for finding the velocity and the displacement using definite integral. Then now we have a question. The velocity function of a car moving along a straight road is given by v of t equal to t minus 20, where t 0 less than or equal to t less than or equal to 40, where v of t is measured in feet per second and t is in seconds. Show that at t equal to 40, the car will be in the same position as it was initially. We have given that the velocity function of a car v of t equal to t minus 20 എന്ന് തന്നിട്ടുണ്ട്. ടിയുടെ ഇൻ്റർവൽ 0 മുതൽ 40 സെക്കൻഡ് വരെയാണ്. ടി ഈസ് ഇൻ സെക്കൻഡ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് റോഡ്. ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ മൂവ് ചെയ്യുന്നു. സോ നമുക്ക് കാണേണ്ടത് ടി ഈക്വൽ ടു 40 സെക്കൻഡ് ആകുമ്പോൾ ആ കാറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണോ ആ കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ് ആ കാറ് ടി ഈക്വൽ ടു 40 ആകുമ്പോഴും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വെലോസിറ്റി ഫങ്ഷൻ വി ഓഫ് ടി എന്ന് പറയുന്നത് ടി മൈനസ് 20 ആണ്. ടി മൈനസ് 20. ദെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. Now this is the equation of a straight line. അപ്പോൾ അതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ വേണ്ടി ടി ഈക്വൽ ടു 0 ആകുമ്പോൾ
v of t equal to minus 20. So it passing through 0 minus 20 എന്നുള്ള പോയിന്റിലൂടെ. ഇനി v of t equal to 0 ആകുമ്പോൾ t equal to 20. So it passing through 20, 0. So the graph is a straight line passing through 0 minus 20യിലൂടെയും 20, 0യിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. സോ വി ഗെറ്റ് ലൈക്ക് ദിസ്. ഈ സ്ട്രൈറ്റ് ലൈനാണ്, ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ സ്ട്രൈറ്റ് ലൈനാണ് നമ്മുടെ വി ഓഫ് ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വി ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് 20. ഇനി ആ സ്ട്രൈറ്റ് ലൈൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 2 ഏരിയകളുണ്ട്, S1ഉം S2. അതിൽ S1 എക്സ് ആക്സിന് താഴെയാണ്, അല്ലെങ്കിൽ ടി ആക്സിന് താഴെയാണ്. അതുപോലെ S2 എന്ന് പറയുന്ന റീജിയൻ എക്സ് ആക്സിന് മുകളിലാണ്. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് ഈ കർവിന് താഴെയുള്ള ഏരിയ കാണാൻ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to 40 ആണ് ടൈം ഇൻ്റർവൽ വി ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് S2 മുകളിലുള്ള പോർഷൻ മൈനസ് ഏരിയ ഓഫ് S1. ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. പോസിറ്റീവ് പാർട്ട് മൈനസ് നെഗറ്റീവ് പാർട്ട്. അപ്പോൾ രണ്ടും ട്രയാങ്കിൾസ് ആണ്. ഇക്വേഷൻ ഹാഫ് ബി എച്ച് അപ്ലൈ ചെയ്താൽ ഇവിടെ 20 ആണ് ഡിസ്റ്റൻസ്, ഇവിടെയും 20 ആണ്. ഇവിടെ 20 മുതൽ 40 ദാറ്റ് ഈസ് 20. ദെൻ ദിസ് ഹൈറ്റ് അതും 20 ആണ്. സോ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 20 മൈനസ് ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 20 ദാറ്റ് ഈസ് 0. So interval 0 to 40 v of t dt equal to 0. Then position നമുക്ക് കാണേണ്ടത് t equal to 40 ആകുമ്പോഴുള്ള പൊസിഷനാണ്. അതായത് s of 40. s of 40യും ഇനീഷ്യൽ പൊസിഷൻ s of 0യും സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ s of 40 കാണാൻ we have it is s of a plus interval a to b v of t dt ആണ്. That is s of 0 plus interval a to b, that is 0 to 40 v of t dt. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് 0 ആണ്. s of 0 plus 0 that is s of 0. That is s of 40 equal to s of 0. So the position of the car at 40 second is same as the initial position. അതിനർത്ഥം 40 സെക്കൻഡ് കഴിയുമ്പോഴും അത് ആ കാറ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെയാണ് അതിൻ്റെ പൊസിഷൻ. ദാറ്റ് മീൻസ് കാറ് മൂവ് ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ മീനിങ്. ആ കാറ് ആദ്യത്തെ 20 സെക്കൻഡിൽ നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത 20 സെക്കൻഡിൽ അതേ ഡിസ്റ്റൻസ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എഫക്റ്റ് നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും പൊസിഷൻ. സോ അതുകൊണ്ടാണ് 40 സെക്കൻഡ് ആകുമ്പോഴും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണ് എന്ന് കിട്ടുന്നത്. ഇനി ഇത് മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം, ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡിൽ. എസ് ഓഫ് ടി പൊസിഷനാണ് അറ്റ് എനി ടൈം ടി, ദെൻ ഡി എസ് ബൈ ഡി ടി ദാറ്റ് ഈസ് ദി വെലോസിറ്റി. സോ ഇറ്റ് ഈസ് ടി മൈനസ് 20. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഡി എസ് ബൈ ഡി ടി ടി ടി. സോ എസ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 മൈനസ് 20t പ്ലസ് സി. ദെൻ വെൻ t ഈക്വൽ ടു 0 എസ് ഓഫ് 0 എന്ന് പറയുന്നത് സി എന്ന് കിട്ടും. സോ എസ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 മൈനസ് 20t പ്ലസ് സി. സിക്ക് പകരം നമുക്ക് എസ് ഓഫ് 0 എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് കാണേണ്ടത് എസ് ഓഫ് 0യും എസ് ഓഫ് 40യും സെയിം ആണെന്നാണ്. എസ് ഓഫ് 40 ഈക്വൽ ടു ഈ ടിക്ക് എന്ത് കൊടുക്കുക, 40 കൊടുക്കുക. 40 സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് 20 ഇൻറ്റു 40 പ്ലസ് എസ് ഓഫ് 0. ദാറ്റ് ഈസ് വി ഗെറ്റ് 800 മൈനസ് 800 പ്ലസ് എസ് ഓഫ് 0. ദാറ്റ്സ് ഈക്വൽ ടു എസ് ഓഫ് 0. സോ എസ് ഓഫ് 40 ഈക്വൽ ടു എസ് ഓഫ് 0. ദാറ്റ്സ് ദി പൊസിഷൻ ആർ സെയിം. നൗ next we move into the properties of a definite integral. There are so many properties for definite integral. First one, integral a to a f of x dx equal to 0. Same limit ആയാൽ integration 0 കിട്ടും.
Then integral a to b f of x dx equal to negative of integral b to a f of x dx if a greater than b. അതായത് ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈന് വരും. ദെൻ സം ഓർ ഡിഫറൻസ് റൂൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. ദെൻ നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. Integral a to b c into f of x dx equal to c into integral a to b f of x dx where c is any constant. Then next one, if c is any number in ab, aക്കും bക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറാണ് c എങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് integral a to b f of x dx equal to integral a to c f of x dx plus integral c to b f of x dx. Then constant function definite integral. If c is any real number, then integral a to b c dx equal to c into b minus a എന്നാണ് അതിൻ്റെ റിസൾട്ട്. The next one, if f of x is greater than or equal to 0, f of x നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി, then integral a to b f of x dx എന്തായിരിക്കും? greater than or equal to 0 ആയിരിക്കും. if f of x greater than or equal to g of x, രണ്ട് ഫങ്ഷൻസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവയുടെ ഇൻ്റഗ്രൽസും കമ്പയർ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. ദെൻ സിക്സ്ത് വൺ, ഇഫ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഓൺ എ ബി. അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന് നമുക്കൊരു ലോവർ ബൗണ്ടും ഒരു അപ്പർ ബൗണ്ടും അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ സ്മാൾ എമ്മും ക്യാപിറ്റൽ എമ്മും, then m into b minus a less than or equal to integral a to b f of x dx less than or equal to capital M into b minus a. നമുക്ക് integral a to b f of x dxൻ്റെ ബൗണ്ട്സും മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് m into b minus a, m less than or equal to f of x less than or equal to capital M ആണ്. അപ്പോൾ integral a to b ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് ഇവിടെ എം കോൺസ്റ്റൻ്റ് ആണ്, ബി മൈനസ് എ വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ടേം അതുപോലെ തന്നെ എഴുതും കാരണം നമുക്ക് എഫ് ഓഫ് എക്സ് അറിയില്ല. ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഈ റിസൾട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് ദി an important result. Then we have some examples. Evaluate the definite integral. Integral 2 to 2 x square minus 2x plus 4 dx. അത് 0 ആണ് കാരണം രണ്ട് ലിമിറ്റും സെയിം ആണ്. Integral 3 to minus 1 4 minus x square dx. ഇത് 3 to minus 1 അങ്ങനെ വെച്ച് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ 3 to minus 1നെ നമുക്ക് മൈനസ് ഓഫ് ഇത് ചേഞ്ച് ചെയ്യാം. -1 to 3 എന്ന് എഴുതാം. അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 4 minus x സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ 4x minus x cube by 3 ആണ്. ലിമിറ്റ് കൊടുക്കുക. സോ വി ഗെറ്റ് -6 into 2 by 3 or -16 by 3. Okay. Then using the result integral 0 to 1 x square dx 1 by 3. Integral 0 to 1 x square dx നമുക്ക് 1 by 3 എന്ന് കിട്ടുക. x cube by 3 എന്നാണ് കിട്ടുക. 0 to 1 that is 1 by 3. ദെൻ ബാക്കിയുള്ള അത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഈ രണ്ട് പ്രോബ്ലംസ് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to 1 x square minus 4 dx. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സം റൂൾ അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രൽ 0 to 1 x square dx മൈനസ് ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇൻ്റഗ്രൽ 0 to 1 4 dx. അപ്പോൾ ഇത് അറിയാം 1 by 3 ആണ്. ദെൻ 4 എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇൻ്റഗ്രൽ 0 to 1. So we get 1 by 3 minus 4 that is minus 11 by 3. The next one integral 0 to 1 5x square dx that is constant rule ആണ്. 5 outside എടുക്കാം. 5 into integral 0 to 1 x square dx that is integral 0 to 1 x square dx നമുക്കറിയാം 1 by 3 ആണ്. So we get 5 by 3. Then suppose that integral 1 to 6 f of x dx equal to 8.
interval 4 to 6 f of x dx equal to 5. What is interval 1 to 4 f of x dx? ഇപ്പോൾ 1 to 6 തന്നിട്ടുണ്ട്, 1 to 6, then 4 to 6 തന്നിട്ടുണ്ട്, 1 to 6 തന്നിട്ടുണ്ട്, 4 to 6 തന്നിട്ടുണ്ട്. നമുക്ക് 1 to 4 കാണും. അപ്പോൾ 1 to 6 എന്ന് എന്ത് ചെയ്താൽ മതി? 4 to 6 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ interval 1 to 6 f of x dx എന്ന് പറഞ്ഞാൽ 1 to 4, 1നും 6നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് 4. അപ്പോൾ 1 to 4 പ്ലസ് 4 to 6 എന്ന് എഴുതാം. അതിൽ നമുക്ക് വേണ്ടത് ഇതാണ്. സോ interval 1 to 4 f of x dx equal to interval 1 to 6 f of x dx മൈനസ് interval 4 to 6 f of x dx. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഉണ്ട് 8ഉം 5ഉം. 8 minus 5 equal to 3. Then also we have another problem, that is interval 0 to 2 f of x dx equal to 3 ആണ്. interval 2 to 5 f of x dx equal to -1. അങ്ങനെയാണെങ്കിൽ interval 0 to 5 f dx എന്തായിരിക്കും? 0 to 2 plus 2 to 5 ആണ്. സോ 3 minus 1, that is 2 എന്ന് കിട്ടും. അതുപോലെ ഇൻ്റഗ്രൽ 5 to 2 f of x dx എന്തായിരിക്കും? 2 to 5 തന്നിട്ടുണ്ട് -1, 5 to 2 എന്ന് പറയുമ്പോൾ -1, that is 1. Also we have interval 0 to 2, 2 into f of x dx, that's equal to 2 into interval 0 to 2 f dx, that is 2 into interval 0 to 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, that's equal to 6. സോ ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂ, ഓരോ പ്രോബ്ലവും ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് another problem, using the property 6 to estimate interval 1 to 3 root of 3 plus x square dx. പ്രോപ്പർട്ടി 6 എന്ന് പറയുന്നത് m into b minus a, അതായത് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M ആണെങ്കിൽ m into b minus a ലെസ് ദാൻ ഓർ ഈക്വൽ ടു interval a to b f of x dx ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M into b minus a. ഇതാണ് പ്രോപ്പർട്ടി 6. അത് ഉപയോഗിച്ചിട്ട് ഈ ഇൻ്റഗ്രലിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് ഈ പ്രോബ്ലം തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. ഫൈൻഡ് ദി ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ് ഓഫ് interval 1 to 3 root of 3 plus x square dx. interval 1 to 3 root of 3 plus x square dxൻ്റെ ലോവർ ലിമിറ്റും മിനിമം വാല്യൂ, അപ്പർ ലിമിറ്റ് മാക്സിമം വാല്യൂ കാണും. ആ ഇൻ്റഗ്രൽ ചെയ്യാതെ തന്നെ, ഇത് ഇവാലുവേറ്റ് ചെയ്യാതെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യം നമ്മൾ സ്മാൾ എമ്മും എയും ബിയും നമുക്കുണ്ട്. എ ബി എന്ന് പറയുന്നത് 1 3 ആണ്. എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 3ഉം. സ്മാൾ എമ്മും ക്യാപിറ്റൽ എമ്മും കണ്ടുപിടിക്കണം. സ്മാൾ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇവിടെ റൂട്ട് ഓഫ് 3 plus x square ആണ്, അതിൻ്റെ മിനിമം വാല്യൂ ആണ്. അതുപോലെ ക്യാപിറ്റൽ എം അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ 1 3 എന്ന ഇൻ്റർവെല്ലിലെ മിനിമം വാല്യൂ. ഇപ്പോൾ എക്സിന് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക, എഫ് ഓഫ് 1. റൂട്ട് ഓഫ് 3 plus 1 square റൂട്ട് 4 2. നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. മാക്സിമം വാല്യൂ ദിസ് ഈസ് എം, അതായത് എക്സിന് മിനിമം വാല്യൂ കൊടുക്കുമ്പോഴുള്ള വാല്യൂ. എഫ് ഓഫ് 3 റൂട്ട് ഓഫ് 3 plus 3 square റൂട്ട് 12, that is 2 root 3, that is capital M. So we get 2 less than or equal to f of x less than or equal to 2 root 3. Therefore ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 minus 1 less than or equal to interval a to b, that is interval 1 to 3 root of 3 plus x square dx less than or equal to 2 root 3 into 3 minus 1. So we get 2 into 2, that is 4 less than or equal to interval 1 to 3 root of 3 plus x square dx less than or equal to 4 root 3. So this is the lower limit, this is the upper limit of interval 1 to 3 root of 3 plus x square dx. We have another problem. Estimate the value of
interval 0 to 1 root of 1 plus cos x dx. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ആണ്. അതിനൊരു സ്മാൾ എമ്മും ക്യാപിറ്റൽ എമ്മും നമുക്ക് കണ്ടുപിടിക്കണം. എ ബി എന്ന് പറയുന്നത് 0, 1 ആണ്. അപ്പോൾ സ്മാൾ എമ്മും ക്യാപിറ്റൽ എമ്മും കണ്ടുപിടിച്ചാൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോസ് എക്സ് സൈൻ എക്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി നമുക്കറിയാം. അതിൻ്റെ വാല്യൂസ് -1നും +1നും ഇടയ്ക്കാണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ എവരി എക്സ്, ഏത് എക്സിനും. ഇപ്പോൾ 0, 1ലുള്ള എക്സിനും ഈ ഇൻ്റർവെല്ലിലുള്ള എക്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് കോസ് എക്സ് അല്ല വേണ്ടത്, റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ആണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു 1 പ്ലസ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് 1 ആഡ് ചെയ്യാം. 1 പ്ലസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി 1 പ്ലസ് കോസ് എക്സ് പോരാ, റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് വേണം. അപ്പോൾ ത്രൂ ഔട്ട് സ്ക്വയർ റൂട്ട് എടുക്കും. റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2. Then root 0 means that is 0 less than or equal to root of 1 plus cos x less than or equal to root 2. അപ്പോൾ m കിട്ടി, ക്യാപിറ്റൽ എം. ദെൻ 0 ഇൻറ്റു ബി മൈനസ് എ, 1 മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റർവൽ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് 0, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു interval 0 to 1 root of 1 plus cos x dx less than or equal to root 2. So this is 0 is the lower limit and root 2 is the upper limit of interval 0 to 1 root of 1 plus cos x. Next we have definite interval രണ്ട് ഡെഫിനിഷൻസ് ആണ്. അതായത് നമ്മൾ ഡെഫിനിഷൻ മുമ്പ് പറഞ്ഞിരുന്നു, പ്രോപ്പർട്ടീസും പറഞ്ഞു. അത് അതിൻ്റെ ജനറൽ ഡെഫിനിഷനാണ്, അതുപോലെ പ്രിസൈസ് ഡെഫിനിഷൻ. നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റർവൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി or 1 to n f of ck delta x f of 1 to n, but n tends to infinity ആണ്. സോ ഹിയർ 1 to n f of ck delta x. ഇതാണ് ഡെഫിനിഷൻ. ഇതിൽ നമുക്ക് നോം പി എന്നറിയാം. നോം പി എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഡെൽറ്റ എക്സുകളുടെ മാക്സിമമാണ്, നോം ഓഫ് എ പാർട്ടീഷൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് യൂണിഫോം ലെങ്ത് ആണ്, ബി മൈനസ് എ ബൈ എൻ. അപ്പോൾ അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാലും ബി മൈനസ് എ ബൈ എൻ വരും. ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ബി മൈനസ് എ ബൈ എൻ, അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി മൈനസ് എ ബൈ എൻ എന്ന് പറഞ്ഞാൽ 0യിലേക്ക് പോകും അല്ലേ. ദാറ്റ് ഈസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നോം പി 0യിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലിമിറ്റ് നോം പി ടെൻസ് ടു 0 എന്നും എഴുതാം. അപ്പോൾ n എങ്ങോട്ട് പോകണം? ഇവിടെയുള്ള n ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പോൾ സിഗ്മ ഇൻ്റർവൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ k ഈക്വൽ ടു 1 ടു n, അല്ലെങ്കിൽ 1 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം, 1 ടു n എന്ന് എഴുതാം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ്. അതാണ് നമ്മുടെ ജനറൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതായത് നോമിൻ്റെ ടേമിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലെറ്റ് എഫ് ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എൻ ഇൻ്റർവൽ എ ബി, then the definite integral of f on a b denoted by interval a to b f of x dx is given by limit norm p tends to 0 sigma k equal to 1 to n f of ck delta x, provided if the limit exists for all partitions p on ab and all choices of ck in xk minus 1 xk. നോം പി എക്സിസ്റ്റ് ചെയ്യണം, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ
ആ ഇൻ്റഗ്രേഷന് വാല്യൂ ഉണ്ടാവും for every ck and all partition of AB. That is the general definition. And next we have the precise definition. Epsilon delta formula definition ആണ്. The definite integral of f1 cross interval AB is integral a to b f of x dx. അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. And it is if for every number epsilon greater than 0 there exists a number delta greater than 0 such that for every partition P of AB with norm P less than delta and every choice of points Ck in xk minus 1 xk, the inequality modulus of sigma k equal to 1 to n f of Ck minus delta xk minus integral a to b f of x dx less than epsilon holds. That is, നമുക്ക് ഡെഫിനിഷൻ അറിയാം. ലിമിറ്റ് n tends to infinity sigma k equal to 1 to n f of ck delta x or delta xk. ഇതാണ് integral a to b f of x dx. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ ഡയറക്റ്റ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to n, അതായത് ലിമിറ്റ് സം എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനെയാണ് അതേ ഡെഫിനിഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. മോഡുലസ് ഓഫ് സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് ഓർ ഡെൽറ്റ എക്സ് കെ മൈനസ് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ബിയുടെ സ്ഥാനത്തുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ. ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്, പക്ഷേ ഇവിടെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മീൻസ് നോം പി ടെൻസ് ടു 0 ആണെന്ന് പറഞ്ഞു. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നോം പി 0യിലേക്ക് പോകും. ദാറ്റ് മീൻസ് നോം പി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പർ ആവുക. ഇറ്റ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ, ഒരു വളരെ ചെറിയ ഒരു നമ്പറായിട്ട് മാറും. ദെൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ എപ്സിലോൺ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can say that integral a to b f of x dx exists. So that is the precise definition of a definite integral. Then now next we move into another definition, average value of a function. ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ, നമ്പേഴ്സിൻ്റെ ആവറേജ് വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ x1 x2 എക്സെട്ര x5, അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x5 ഡിവൈഡ് ബൈ 5, അതാണ് ആവറേജ് വാല്യൂ. ഇനി ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ എങ്ങനെ കാണാം? അതിൻ്റെ ഡെഫിനിഷനാണ്, ഇഫ് എഫ് ഈസ് ആൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓവർ എ ബി ഈസ് ദി നമ്പർ എഫ് എ വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എഫ് ആവറേജ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയയാണ് കിട്ടുക, അതിനെ ബി മൈനസ് എ കൊണ്ട് ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് വി ഹാവ് എ ജിയോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വി ഹാവ്, നമുക്കൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, എയും ബിയും അതിലെ പോയിൻറ്റ്സ് ആണ്. ദെൻ വി ഹാവ് എ റെക്റ്റാങ്കിൾ എ ബി ഒരു സൈഡായിട്ടുള്ള, അതായത് ബേസ് ഈ ഇൻ്റർവെല്ലിൽ ലൈങ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നമുക്ക്, അതായത് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ. ആൻഡ് വി ഹാവ് ദി കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ റെക്റ്റാങ്കിളിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ കർവ് നമ്മൾ വരച്ചു, ദെൻ ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് എ മുതലുള്ള ഏരിയ, എ മുതൽ ബി വരെയുള്ള ഏരിയ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് താഴെയുള്ള ഏരിയ. ഈ ഏരിയയും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും
സെയിം ആയിരിക്കണം. അതായത് y = f(x) എന്ന കർവിൻ്റെ ഗ്രാഫിന് താഴെയുള്ള ഏരിയയും അതേ ഏരിയയുള്ള ഒരു റെക്റ്റാങ്കിളും ഉണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് ആയിരിക്കും, ഹൈറ്റ് മീൻസ് ബ്രെഡ്ത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇതായിരിക്കും എഫ് ആവറേജ്, ഈ ഫംഗ്ഷൻ്റെ ആവറേജ്, ക്ലോസ് ഇൻ്റർവൽ എ ബിയിലുള്ള ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ ഇവിടെ ഇതാണ് കർവിന് താഴെയുള്ള ഏരിയ. അപ്പോൾ ഇതേ പോർഷൻ തന്നെ ആയിരിക്കണം. ഇവിടെ ഒരു ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കുലർ പോർഷൻ ഉണ്ട് ഈ റെക്റ്റാങ്കിളിന് പുറത്ത്, അതിൻ്റെ ഏരിയ തന്നെ ആയിരിക്കണം ഇതും. അപ്പോഴാണ് ആ കർവിന് താഴെയുള്ള ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെയിം ആവുന്നു. സോ ദാറ്റ് ഈസ് ദി geometrical interpretation of this average value of a function. That is, if f is a non-negative function, then the average value of f over ab, over the interval ab, that is the f average, it is the height of the rectangle with the base lying on the interval ab and having the same area as the area of the region under the graph of f on ab. എ ബിയിൽ എഫിൻ്റെ ഗ്രാഫിന് താഴെയുള്ള, എഫ് എന്ന് പറയുന്ന കർവിൻ്റെ ഗ്രാഫിന് താഴെയുള്ള ഏരിയയും അതേ ഏരിയയുള്ള ഒരു റെക്റ്റാങ്കിളും ഉണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ എഫ് ആവറേജ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ പിക്ചർ. y = f(x) എന്ന് പറയുന്ന കർവുണ്ട്, അതിന് താഴെയുള്ള എ മുതൽ ബി വരെയുള്ള ഏരിയ, അതും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫ് ആവറേജ് എന്ന് പറയുന്നു. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് f(x) = 4 - x² over the interval -1, 3. അപ്പോൾ f(x) 4 - x² ആണ്, -1, 3 ആണ് ഇൻ്റർവെൽ. ദെൻ എഫ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ 1/b - a interval a to b f(x) dx ആണ്. സോ 1/3 - -1 interval -1 to 3 4 - x² dx. That is 1/4 into 4x minus x³/3 -1 to 3. 1/4 into 4 into 3 minus 3³/3 minus 4 into -1 minus -1³/3. That's equal to 1/4 into 12 minus 9 minus -4 plus 1/3 എന്ന് വരും. So 1/4 into 3 plus 4 minus 1/3. That's equal to 1/4 into 20/3. That's equal to 20/8. So that is 5/20/12. 20/12, that is 5/3. So that is the average value of the function f(x) = 4 - x². Then another function we have f(x) = 3x² minus 3 on closed interval 0, 1. But f average equal to 1/b minus a means 1 minus 0 interval 0 to 1 3x² minus 3 dx. That's equal to 1/1 3x³/3 minus 3x 0 to 1. That is 1 minus 3 എന്ന് വരും. 1 minus 3, that's equal to -2. So -2 is the average value of the function 3x² minus 3 on closed interval 0, 1. Thank you.